ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുറച്ച് ജേർണൽ സപ്ലൈസ് കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബേൺ പേപ്പറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ലൈറ്ററോ അല്ലെങ്കിൽ കാൻഡിലോ യൂസ് ചെയ്തതുപോലെ പേപ്പർ ഒന്ന് ബേൺ ചെയ്തെടുക്കുക. ടെക്സ്റ്റ് പേപ്പറാണെങ്കിൽ കളർ പേപ്പറാണെങ്കിൽ കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം അത് ചെയ്യാൽ മതി, കാരണം എൻ്റെ കയ്യിൽ തന്നെ തട്ടിയിട്ടുണ്ട്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതായിട്ടല്ല, ശ്രദ്ധിക്കായിട്ട്. ബേൺ പേപ്പർ വിൻറ്റേജ് പേപ്പറിലാണ് കുറച്ചും കൂടി നല്ലത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിൻറ്റേജ് പേപ്പർ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, കോഫി പൗഡർ 1 ടീസ്പൂണ്, പിന്നെ വാട്ടർ 2 ടീസ്പൂണ് A4 ഷീറ്റിന് അപ്ലൈ ചെയ്യുക. പിന്നെ ഉണക്കാൻ വെച്ചാൽ അത് റെഡിയാവും. അപ്പോൾ ഇത്രയാണ് ഒരു വിൻറ്റേജ് പേപ്പർ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഭംഗിയാണ് ബേൺ പേപ്പർ ഇതുപോലെ ജേർണലൊക്കെ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റാമ്പ്സ് ആണ്. സ്റ്റാമ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് സിസർ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സെൻറ്ററാണ് നമുക്ക് ആവശ്യം, ആ സെൻറ്ററും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ആകെ കിട്ടുന്ന ഈ ഒരു ഇതുപോലത്തെ ഇതാണ് ആവശ്യം. ഇതുപോലെ ഇങ്ങനെ 4 മടക്ക് മടക്കിയിട്ട് ഗ്യാപ്പ് വിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക. ഇതുപോലെയാണ് വെട്ടി കൊടുക്കേണ്ടത്, കണ്ടോ? ഇപ്പോൾ സ്റ്റാമ്പ്സ് റെഡിയായി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കണ്ട് വരച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് ആണ് ഫിലിം സ്ട്രിപ്സ്. ഇതിൽ ഏറ്റവും സിമ്പിൾ ഇതാണ്. ഇതുപോലെ 2 ലൈൻ ഇതുപോലെ കൊടുത്തതിന് ശേഷം കോളംസ് പോലെ ഇതുപോലെ ഇങ്ങനെ ഇതിന് മേലെ ഇങ്ങനെ കോളംസ് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇൻസൈഡിൽ ഇതുപോലെ കുറേ ലൈൻസ് കൊടുത്താൽ ഫിലിം സ്ട്രിപ്സ് റെഡിയായി. ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സംഭവമാണ് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത്. ക്വാറ്റ് ലാബൽസ് ആണ്. ബ്ലാക്ക് ടാപ്പിൽ വൈനറോൺ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഷീറ്റിലൊക്കെ ഒട്ടിച്ചേക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി, റൗണ്ട് ഷേപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി കോയിൻ അടി വെച്ചിട്ട് അതിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ അതുണ്ടാക്കാൻ. ഇനി നമ്മൾ ലാബൽസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ കണ്ടിട്ടില്ലേ ഇതുപോലെ വിൻറ്റേജ് തീമിലൊക്കെ ലാബൽസ്. ഞാൻ അതിന് പെയിൻ്റൊന്നും കൊടുക്കുന്നില്ല, ഇതുപോലെ ഞാൻ കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കുകയാണ്. ഇതുപോലെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഇങ്ങനെ ഇതുപോലെ എഴുതി കൊടുക്കാം. അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഒന്ന് ചെയ്തത്, കണ്ടില്ല? ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രെയിമാണ്. ഫ്രെയിം ഉണ്ടാക്കാൻ ഇതുപോലെ ഉള്ളിൽ കോളം കൊടുക്കുക. ഇതുപോലെ കോളം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ട് ഡിസൈൻ കൊടുത്തിട്ട് അടുത്ത് ഇതുപോലെ വൈനർ കൊണ്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാറ്റേൺ പേപ്പേഴ്സാണ്. പാറ്റേൺ പേപ്പേഴ്സാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കീറിയിട്ട് ഒട്ടിക്കൂടെ, അതാണ് പാറ്റേൺ പേപ്പേഴ്സ്. അതിന് വേണ്ടി ഞാൻ മൂടി കൊണ്ട് ഇതുപോലെയൊക്കെ കൊടുത്ത് ഇതുപോലെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷി ടാപ്പ് ഉണ്ടാക്കാം. വാഷി ടാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ലൈൻസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. പിന്നെ ഇതുപോലെ അതിങ്ങനെ ഇതാക്കാൻ വേണ്ടി ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന മെത്തേഡാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ കൂടുതൽ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ബ്ലാക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയാണ് ഡൂളീസ് ഉണ്ടാക്കാനുള്ളത്. ഡൂളീസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് പൂ പോലത്തെ ഷേപ്പിൽ അങ്ങനെ ആക്കുക. എന്നിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഞാൻ ഈ കാണിക്കുന്ന പോലെ വെട്ടിയെടുക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലെ കിട്ടും. ഞാൻ ഒന്നും കൂടി ഇതാക്കിയതാണ്, പക്ഷെ കയറിപ്പോയി. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.